എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ മനസ്സിലായി. ഭൂരിപക്ഷ തീരുമാനത്തോട് വിയോജിച്ച കുറേ ആളുകളുണ്ട്, കുറേ താരങ്ങളുണ്ട്, അതിൽ അനന്യ അടക്കമുള്ളവരുണ്ട്. പക്ഷേ വിയോജിച്ചു എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടാണ്. പക്ഷേ സംഘടനയ്ക്ക് അതാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ അതിനോട് ആ നിലപാട് സ്വീകരിക്കാം എന്ന് ഏറ്റവും ഒടുവിൽ നിങ്ങൾ സമ്മതിക്കുന്നു. എന്നും അമ്മയുടെ നിലനിൽപ്പും അല്ലെങ്കിൽ അമ്മയുടെ ഉയർച്ചയ്ക്കും വേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റിയിലേക്ക് വന്നതും പ്രവർത്തിക്കാനായിട്ട് നിന്നതും. അതിനൊരു കോട്ടം, അമ്മയ്ക്കൊരു കോട്ടം തട്ടാനുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു ഞങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും താല്പര്യമില്ല ആ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഉണ്ടാവാൻ. അനന്യ, ഈ AMMA പോലൊരു സംഘടന ഇങ്ങനൊരു തീരുമാനം 94 തുടങ്ങി ഇത്രയും വർഷമായൊരു സംഘടന, 30 വർഷം പിന്നിട്ട ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം നിരാശപ്പെടുത്തിയില്ലേ അനന്യയെ പോലെയുള്ളവരെ? ഈ 4 പേരെയെങ്കിലും നിരാശപ്പെടുത്തിയില്ലേ? ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നത്. ഒരു മാസത്തിനുള്ളിൽ അതിനെ ഡിസോൾവ് ചെയ്തൊരു കമ്മിറ്റി ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതൊരു വളരെ വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഇലക്ഷനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്മിറ്റി വന്നതും ഇതിലേക്ക് പ്രവർത്തിക്കാൻ നമ്മൾ ഇറങ്ങിയതും. എല്ലാ കാര്യങ്ങളും ഇപ്പൊ താങ്കൾക്കറിയാം, അമ്മയിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് മീഡിയയിലൂടെ കൂടുതലും വെളിയിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന കൈനീട്ടമായാലും ഇൻഷുറൻസിന്റെ കാര്യങ്ങളായാലും അവരുടെ ഓരോ ക്ഷേമനിധിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ടും അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതും ഈ ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ മികച്ച രീതിയിൽ അത് നടത്തണം അല്ലെങ്കിൽ നടന്നു പോകണം എന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു കമ്മിറ്റി വന്നതും. അതിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് ഉണ്ട്. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ട്. പക്ഷെ എന്നാലും അഡോ കമ്മിറ്റി ഉണ്ട്, അതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം. പക്ഷെ അനന്യ, അപ്പോഴും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നവർ അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയോ അല്ലെങ്കിൽ ഓടി ഒളിച്ചു പോകുന്നു എന്നൊരു പ്രതീതി നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇല്ലേ? കാരണം ഞാൻ അതാണ് ചോദിച്ചത്, ഒരു രാജ്യം അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ ഇനി അവർ ഓരോരുത്തരും നിങ്ങളുമായിട്ട് സംസാരിക്കുമായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഞാനിപ്പോ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്നല്ലാതെ ഒളിച്ചോട്ടം ആണെന്ന് തോന്നുന്നില്ല. അവരൊക്കെ ഇവിടെ ഉള്ളവരല്ലേ, നിങ്ങളെ എപ്പോഴും കാണുന്നവരല്ലേ. എല്ലാവരും നിങ്ങളെ മീഡിയയിലൂടെ വന്ന് സംസാരിക്കാനൊക്കെ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഒരു പ്രസ് മീറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു റിലീസോ വന്നു കഴിഞ്ഞാൽ അവരിവിടെ തന്നെ ഉണ്ട്. അവരിവിടെ തന്നെ നിന്ന് സിനിമകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. WCCയിലെ താരങ്ങളെ അടക്കം ഈ AMMAയിലേക്ക് തിരികെ കൊണ്ടുവരികയും ഇതൊരു പുതുതലമുറയിലേക്ക് നേതൃത്വം കൈമാറണം ചെയ്യണമെന്നും അനന്യ ആഗ്രഹിക്കുന്നില്ലേ? ഒരു കമ്മിറ്റി വരട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഉണ്ടായിരുന്ന കമ്മിറ്റി ചീത്ത ആണെന്നല്ല, മോശമായിട്ടുള്ള ഒരു കമ്മിറ്റി ആണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോ എന്താണോ പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ തന്നെ നല്ല ഒരു പുതിയൊരു കമ്മിറ്റി വരട്ടെ എന്നുള്ള ഇതിലുണ്ട്. ഞങ്ങൾക്കും ഇനി വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വർക്ക് ചെയ്യണം എന്നും കൂടെ ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. ഈ പുതുതായിട്ട് വരുന്ന കമ്മിറ്റി ഉണ്ടെങ്കിലും ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കണമെന്നുണ്ട് അല്ലെങ്കിലും നല്ല പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഇലക്ഷന് നിന്നതും വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചതൊക്കെ അല്ലേ. അല്ലാതെ ഇതൊരു കളിതമാശയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയവരുണ്ടാവുമല്ലോ, അവരെയൊക്കെ തിരികെ കൊണ്ടുവന്ന് ഇതൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർത്ത് ഒരു സംഘടനയായി ഇത് പോകണം, അങ്ങനെ ഒരു അഭിപ്രായം അനന്യക്കുണ്ടോ? അങ്ങനത്തെ ഒരു മാറ്റം വരികയാണെങ്കിൽ വളരെയധികം സ്വീകാര്യത അറിയിക്കുന്ന ഒരു കാര്യമായിരിക്കും എല്ലാവർക്കും. ഇത് പക്ഷെ നമ്മളായിട്ട് ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഈ WCയിലേക്ക് നിങ്ങൾ പോയി ഒരു ഇതിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് ആരും നമ്മളായിട്ട് ഇതിലേക്ക് രാജിവെക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരവരുടേതായിട്ടുള്ള
താല്പര്യവും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തീരുമാനത്തോടു കൂടി പോയതാണ്. അതിൽ അവരുടേതായിട്ടുള്ള അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സംഘടന വിട്ട് മറ്റൊരു സംഘടന രൂപീകരിച്ചത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്നും അവർ നമ്മളുടെ കൂടെ അമ്മയിൽ തിരിച്ചു വരാൻ അവർക്ക് താല്പര്യമാണെങ്കിൽ സ്വാഗതം എന്ന് ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പോസിറ്റീവായ ഒരു ജസ്റ്ററാണ് തീർച്ചയായും. നമ്മളടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഒരു ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നതിന് മുൻപ് ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് നമുക്ക് കിട്ടിയത്. പ്രസിഡന്റ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണേണ്ടിയിരുന്നു എന്ന നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയുള്ള താരങ്ങളൊക്കെ പൃഥ്വിരാജൊക്കെ സംസാരിച്ച് നമ്മൾ കേട്ടതാണല്ലോ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായി എന്ന് എനിക്കറിയാം. ജഗദീഷിനെ പോലുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംശയം തീർക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? നമ്മളുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ് അദ്ദേഹം വന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നതാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു പ്രസിഡന്റിന് തോന്നി ഇതായിരിക്കും ഉചിതമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു പ്രസ് റിലീസായിട്ട് തന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ തിരക്കാണെന്നുള്ളത് നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് സാധിക്കില്ല. അതെ. ഓക്കെ. അപ്പോൾ ഒറ്റ കാര്യം കൂടി, ഇതിനിടയിൽ ഇപ്പോൾ ജഗദീഷ് അടക്കമുള്ളവരെടുത്ത നിലപാടിനോട് അനന്യ യോജിക്കുന്നുണ്ടോ? അവരുടെ വ്യക്തിപരം ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത് അമ്മയുടെ അഭിപ്രായമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മളും ബ്രേക്കിലും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുക. അത് അനന്യയുടെ അഭിപ്രായമാണ്. അനന്യ ആർജവത്തോടെ വന്ന് ചില കാര്യങ്ങൾ പറയുന്നു ഈ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ. അത് അനന്യ മാത്രമല്ല, സരയു പറയുന്നു, എനിക്കൊന്ന് വിനുവും ടൊവിനോ ഒക്കെ ഒരു പക്ഷേ ഇനി പറയുമായിരിക്കും. അതായത് ഇത് പുറത്തറിയണമല്ലോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചർച്ചകൾ എല്ലാം അറിയേണ്ടതല്ലെങ്കിൽ പോലും ചില നിലപാടുകൾ അറിയേണ്ടതുണ്ട്. നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം. എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞാൻ മറ്റൊരാളുടെ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഇപ്പോ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാജിവെച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ സാധിക്കില്ല. കാരണം ഇത് ഡിസോൾവ് ആയതൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ അവരുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതായത് വ്യക്തിപരമായിട്ട് എനിക്ക് രാജിയോട് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു എങ്കിൽ കൂടിയും പക്ഷെ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അമ്മയുടെ അസോസിയേഷന് വേണ്ടി കൂടെ നിന്നിട്ടുണ്ട്. അത് എന്നും കൂടെ നിൽക്കും എന്നുള്ളത്. ഭൂരിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങി രാജി എന്ന് പറയട്ടെ. സമ്മർദ്ദത്തിനൊന്നും എന്ന് പറയാൻ സാധിക്കില്ല. ഇത് ആരും ഞങ്ങളെ സമ്മർദ്ദം ജയിപ്പിച്ചിട്ടില്ല. എന്താ പറയാ, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ശരി, നമുക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഓക്കെ ശരി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ നിരാശയുണ്ട്. രാജിവെക്കേണ്ടി വന്നതിൽ നിരാശയുണ്ട്. രാജിവെക്കാൻ വ്യക്തിപരമായ താല്പര്യമില്ലായിരുന്നു. ഭൂരിപക്ഷം തീരുമാനത്തോടൊപ്പം നിൽക്കാമെന്ന് വെച്ചു. വിഷമമുണ്ട്. രാജിവെക്കുന്നു, അത് എന്താ പറയാ, രാജിവെച്ചതിൽ എന്താണ് സമ്മർദ്ദം, അതൊന്നും നിങ്ങൾ വളരെ വിഷമമുണ്ട്. ഇല്ല, ഞാനതിനോട് ഓപ്പണായി ചോദിച്ചത്. അനന്യയോട് ചോദിച്ചു. അനന്യ പറയുന്നത് മാത്രമേ നമ്മൾ കൊടുക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായി ചോദിച്ചത്. അനന്യ അപ്പൊ അനന്യ പറഞ്ഞു സമ്മർദ്ദം എന്ന് പറയരുത്, ഭൂരിപക്ഷ തീരുമാനത്തോടും ഞങ്ങൾ വിയോജിപ്പോടുകൂടി ഞങ്ങൾ യോജിച്ചു എന്നതാണ് സത്യം. വ്യക്തിപരമായി വിയോജിച്ചോടുകൂടി യോജിച്ചു, അതല്ലേ? അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അങ്ങനെ തന്നെ പ്രേക്ഷകർ അറിഞ്ഞാൽ മതി. കാര്യം അതിനകത്ത് സമ്മർദ്ദമുണ്ടെന്നോ. കാരണം ഓൾറെഡി എവ്രിബഡി ഈസ് എന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇന്ന് ചാനൽ ഇത് ഞാൻ ഈ പറയുന്നത് ഇറ്റ്സ് ബിറ്റ്വീൻ യു. ഇത് റെക്കോർഡ് ചെയ്ത് വെളിയിൽ പോകാനല്ല, ഞാൻ താങ്കളോടായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് കേട്ടോ. അല്ല അതിന് അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നാട്ടുകാർ കേട്ടു, ലൈവായിരുന്നു കേട്ടോ. ഓക്കെ ഞാൻ അതാ പറഞ്ഞത്. ഞാൻ അനന്യ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്യമായി സംസാരിച്ചോളാം. കാര്യം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ മതിയല്ലോ. കാരണം നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാട് വളരെ ആരോഗ്യകരമായ ഒരു നിലപാടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഏതൊരു സംഘടനയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, പക്ഷേ തീരുമാനം ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നു, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം. അതെല്ലാം അവർ ആ സമയത്ത് പറയും. അവിടെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലേ പുതിയ തീരുമാനങ്ങൾ അവിടെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെയാണ് ഒരു നല്ലൊരു അസോസിയേഷൻ ക്രിയേറ്റ് ആയി വരുള്ളൂ. എല്ലാവരും പറയുന്ന കേട്ട് മൂളി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവിടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ നല്ലൊരു ഒരു ഇലക്ഷനും കാര്യങ്ങളും വെച്ച് നമ്മൾ മുന്നോട്ട് പോയത്.
പക്ഷെ ഇത് ഈ ഇത്രയും വലിയൊരു ഒരു ഇഷ്യൂ ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദ ഇൻഡസ്ട്രി ഹു ഇസ് എൻ ആക്ട്രസ് എല്ലാവർക്കും വളരെയധികം വിഷമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാനിത് പറയുന്നത് അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഈ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് എന്താ ഈ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ ഞങ്ങൾക്കും തീരെ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സംസാരിച്ചോളാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ. താങ്ക് യു.